എനിക്ക് ഉച്ചയായപ്പോൾ തന്നെ 6 ട്രിപ്പും 4 ജിഗും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 2.47 മണിക്കൂർ ഞാൻ നിന്നു. 518 രൂപ ഉച്ചയായപ്പോൾ തന്നെ കിട്ടി. സോ എനിക്ക് ഉച്ചയായപ്പോൾ കിട്ടിയ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മഴയായിരുന്നു. രാവിലെ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയ്ക്ക് എനിക്ക് പെർ ഓർഡറിന് 25 വെച്ച് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കയറിയതാണ്. പിന്നെ 100 രൂപ അവരുടെ ഉച്ചത്തുള്ള ലഞ്ചിൻ്റെ ഇൻസെൻറ്റീവും കൂടെ കിട്ടി. അങ്ങനെയാണ് എനിക്ക് ആ ഒരു എമൗണ്ട് കിട്ടിയത്. ഞാൻ ഉച്ചയായപ്പോൾ തന്നെ സാറ്റിസ്ഫൈഡ് ആയി. കാരണം 518 രൂപ കയറി. എൻ്റെ ഈ ആഴ്ചത്തെ ഏറ്റവും ഹയസ്റ്റ് ഉച്ചയ്ക്കുള്ള എമൗണ്ടാണിത്. രാത്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തു ടോട്ടലി. രാത്രി 12 മണിയായി വന്നപ്പോൾ 12-12:30 വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്നും എടുക്കാൻ പറ്റിയില്ല, മഴയായിരുന്നു. ടോട്ടലി 1031 രൂപ ഏൺ ചെയ്തു. 5.5 മണിക്കൂർ മൊത്തം നിന്നു. 13 ഓർഡർ എടുത്തു. ഇതിലെനിക്ക് സർജ് പേ ആയിട്ട് 120 കയറി, കാരണം മഴ ഉണ്ടായിരുന്നു. പിന്നെ ഇൻസെൻറ്റീവ് 200-ഉം പിന്നെ ലോങ് ഡിസ്റ്റൻസ് പേ 83-ഉം 628 എനിക്ക് ഓർഡർ പേ ആയിട്ടും കിട്ടി. സോ 831-ഉം 200-ഉം അങ്ങനെ ടോട്ടലി എനിക്ക് 1031 രൂപ കിട്ടി. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ 1000 രൂപയ്ക്ക് മുകളിൽ കയറി. എൻ്റെ ഇപ്പോഴത്തെ ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ രാവിലെ 9 to 3 ഈ 9 എന്ന് പറയുന്നത് ഞാനൊരു 10-11 മണിയാകുമ്പോഴേ ഇറങ്ങത്തുള്ളൂ. സോ 9 മണിക്ക് ഓണാക്കും. ഓർഡർ കിട്ടുകയാണെങ്കിൽ പോവും, ഇല്ലെങ്കിൽ ഒരു 10-11 മണി, എന്നിട്ട് 3 മണിക്ക് ഓഫ് അടിക്കും. പിന്നെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ 1-2 എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് ഒരു 7 മണി കഴിയുമ്പോൾ 7:30-7 മണി കഴിയുമ്പോഴേ ഇറങ്ങത്തുള്ളൂ. സോ അതിന് ശേഷം രാത്രി 12 വരെ നിൽക്കും. സോ ആ ഒരു ടൈം ഷെഡ്യൂളിൽ 1000, 1300, 1200 ആ ഒരു റേഞ്ചൊക്കെ കിട്ടണത് നല്ലൊരു ഇൻകം ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് നാളെ ഇനി എത്ര കിട്ടിയെന്ന് നോക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സൺഡേയും കൂടെ കഴിഞ്ഞിട്ട് മൺഡേ നമുക്ക് ഈ വീക്കിലി നമുക്ക് എത്ര രൂപ കിട്ടി, അതോടൊപ്പം CNGയിൽ നമുക്ക് ഈ വീക്കിലി ടോട്ടൽ എത്ര രൂപ പെട്രോൾ അടിച്ചു, എല്ലാം നമുക്ക് അനലൈസ് ചെയ്യാം.